ശശി തരൂർ വിവാദത്തിന് താൽക്കാലിക അവസാനമായെങ്കിലും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയെങ്കിലും തരൂരിന്റെ അതൃപ്തി പൂർണ്ണമായും മാറിയിട്ടില്ല എന്നാണ് സൂചന. ധനസുമോ തുടരുന്നുണ്ട്. ധനസുമോ ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയെങ്കിലും പിന്നീട് മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാതെ തരൂർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. തരൂർ പൂർണ്ണനായി തൃപ്തനല്ല എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? സാധാരണ ഈ തരത്തിലുള്ള കോൺഗ്രസിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷനോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ വിളിച്ചു ചേർക്കുന്ന മീറ്റിങ്ങിൽ ഒരു മഞ്ഞുരുക്കമാണ് സാധാരണ സംഭവിക്കാറുള്ളത്. പക്ഷേ ശശി തരൂരാകട്ടെ ഇതിനു ശേഷം ഒരു സംതൃപ്തമായ ഒരു കൂടിക്കാഴ്ചയാണ് നടന്നത് എന്ന തരത്തിലുള്ള ഒരു അതായത് തൻ്റെ ഇതുവരെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പരിഹരിക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് നടന്നത് എന്നുള്ള കാര്യം സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കാരണം നേരത്തെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിരുന്നു, അതിനനുസരിച്ചുള്ള ഒരു കൂടിക്കാഴ്ച മാത്രമാണ് നടന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാരണം നേരത്തെ നമുക്കറിയാവുന്നതാണ്, കോൺഗ്രസ് ഒരു വിമത ഗ്രൂപ്പിനെ, അതായത് കോൺഗ്രസ് സ്ഥിരം അധ്യക്ഷൻ വേണം എന്ന രീതിയിൽ ഗാന്ധി കുടുംബത്തിന് എതിരായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഗുലാം നബി ആസാദ്, കപിൽ സിബൽ, ശശി തരൂർ, അങ്ങനെ വലിയൊരു ടീമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കുറേ നേതാക്കന്മാർ പാർട്ടി വിട്ടുപോവുകയും ചെയ്തു. ഗുലാം നബി ആസാദ് വിട്ടുപോയി, കപിൽ സിബൽ വിട്ടുപോയി. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ടുള്ള ഒരു ആ നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒരു ചോദ്യം ഉയർത്തുമ്പോൾ തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്ന് മാറ്റം വരുത്താനാണ് ശശി തരൂർ ശ്രമിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്തത്. പക്ഷെ അന്ന് രാഹുൽ ഗാന്ധി ഒരു ഉറപ്പ് നൽകിയത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത്, കോൺഗ്രസിൻ്റെ സംഘടനാ ശരീരത്തിന് ഇത്തരത്തിലുള്ള മത്സരം നല്ലതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പല തവണ ശശി തരൂർ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിച്ചിരുന്നെങ്കിലും നൽകിയിരുന്നില്ല. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച മാത്രമാണ് നടന്നത് എന്നാണ് ശശി തരൂരിൻ്റെ ബന്ധപ്പെട്ടുള്ളവർ വ്യക്തമാക്കുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.